ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അതാ നാളത്തെ പ്രത്യേകത. അച്ഛന്റെ അമ്മയുടെ വിവാഹം നടന്ന ദിവസം. ചേടാ, നീ ഇതൊക്കെ ഓർത്തു വെച്ചിട്ടുണ്ടോ? പിന്നല്ലാതെ. അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികം എന്ന് പറഞ്ഞ മക്കളെ ഓർത്തു വെക്കണ്ടേ? ഇതാണോ കാര്യം? ഞാൻ കരുതി കാര്യമുള്ള എന്തോ ആണ്. എന്റെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികം എനിക്ക് കാര്യമുള്ളത് തന്നെയാണ് അമ്മായി. അപ്പൊ മുത്തശ്ശി, നാളെ നമ്മൾ വിപുലമായിട്ട് വിവാഹ വാർഷികം ആഘോഷിക്കുന്നു. എന്തിന്? അതൊന്നും വേണ്ട മോനെ. അതെ, ഇത് മക്കളുടെ അവകാശമാണ്. എന്താ മുത്തശ്ശി? അവനങ്ങനെ ഓർത്തു വെച്ചൊരു കാര്യം ചെയ്യുവാണെങ്കില് അതിന് രണ്ടുപേരും എതിരൊന്നും പറയണ്ട. എനിക്ക് എതിരൊന്നുമില്ലമ്മേ. അവൻ എന്താ ചെയ്തോട്ടെ. അതെ, ഇതിനു വേണ്ടി വലിയൊരു ചടങ്ങുണ്ടാക്കി നിന്റെ ബിസിനസ്സുകാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി എനിക്ക് വയ്യ അതൊന്നും. അതിന് പുറത്തുനിന്ന് ആരും ക്ഷണിക്കുന്നില്ല. നമ്മളെല്ലാരും കൂടി ആഘോഷിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതാവുമ്പോ ലളിതമായൊരു ചടങ്ങല്ലേ, അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മോന്റെ ആഗ്രഹമല്ലേ? ഫംഗ്ഷൻ ചെറുതാണേലും അല്ലല്ലോ, പുറത്തുനിന്ന് രണ്ടുപേരെ ക്ഷണിച്ചേ പറ്റൂ. അതാരാ? വൈകാതെ നമ്മുടെ വീട്ടുകാരി ആവേണ്ട ആളാ, ഗാഥ മാഡം. ഗാഥ മാഡത്തിനെയും സിത്താരമാമിനെയും എന്തായാലും വിളിക്കണം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ ചടങ്ങിനും ഇനി അവരും വേണ്ടേ, അല്ലേ സാറേ? അല്ല, മാണിക്കുഞ്ഞിന് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അല്ലേ? മാണിക്കുഞ്ഞിനും മാത്രമേ താല്പര്യമുള്ളെങ്കിൽ വേണ്ട. നിനക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് നോക്കാം. അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികത്തിന് വളരെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് ആയിക്കോട്ടെ. എടാ കള്ള, സത്യത്തില് നീ വിവാഹ വാർഷികം നടത്തുന്ന തന്നെ ഗാഥമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയല്ലേ? അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ സിൻസിയർ ആയിട്ടൊരു കാര്യം പറഞ്ഞ. അല്ല, അപ്പൊ ഫംഗ്ഷൻ ഉണ്ടെന്ന് ഉറപ്പിച്ചോ? ഇനി എന്താ അമ്മായിക്ക് സംശയം? അല്ല, ഗാദിയും സിതാരയും വരുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? ആ ഉറപ്പ് കിട്ടിയിട്ട് വേണം എന്തൊക്കെ കുനിഷ്ഠ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചു തുടങ്ങാൻ. അതിനാ. അയ്യോ എന്റെ അമ്മ, അതൊന്നും അല്ല. പോയി കുടുംബത്തെ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റാതായിരിക്കും. കഷ്ടം. അപ്പൊ കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ചു. സിത്താര മേഡത്തിനെ അമ്മ വിളിക്കും. ഞാൻ വിളിച്ചു പറയാം. വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ സിത്താരയുടെ ഇഷ്ടം. ഏയ്, അത് പറ്റില്ല. നിർബന്ധമായിട്ട് പങ്കെടുക്കാനായിട്ട് പറയണം. സിത്താര മേമന് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അവർ പൊയ്ക്കോട്ടെ. പക്ഷേ ഗാഥ വന്നേ പറ്റൂ. കേട്ടല്ലോ എല്ലാരും. ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേടാ? ശരി, ഞാൻ പറഞ്ഞോളാം. പോരെ? മതി. താങ്ക്സ് അമ്മേ. കൃഷ്ണ